പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ അവസാനിക്കും മുമ്പ് ഈ നക്ഷത്രക്കാർക്ക് പണത്തിൻ്റെ ആറാട്ട്. പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ അഘോരി ബാവയുടെ പ്രവചനം. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ഈ പ്രവചനത്തിൽ ആദ്യമായി ഇദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത്. രോഗാരിഷ്ടതകൾക്ക് കുറവ് വരും, ശത്രുക്കളുടെ ഉപദ്രവം കുറയും, ധനലാഭങ്ങൾ വർദ്ധിക്കും, ഭൂമി, വാഹനം ഇവകളുടെ കച്ചവടം നടത്താൻ നല്ല സമയമാണ്. അവിചാരിതമായ ധനാഗമം ഉണ്ടാകും. ഭാര്യയോടും ഭർത്താവിനോടും സന്താനങ്ങളോടും കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ജോലിയിൽ പ്രമോഷൻ സാധ്യതകളുണ്ട്. സ്ത്രീ പുരുഷന്മാരുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. അലച്ചിലും മനോദുഃഖവും ഈ സാഹചര്യത്തിൽ കുറവായിരിക്കും. എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ നടക്കും. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും. കീർത്തിയും പ്രശസ്തിയും നേടും. പിതൃ മാതൃതുല്യ സ്ഥാനത്തോടുള്ളവരോടും സഹോദരങ്ങളോടും ഉള്ള കലഹം വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹം സഫലമാകും. ഈർഷ്യയും അക്ഷമയും മാറി വളരെ ശ്രദ്ധ എല്ലാ കാര്യത്തിലും വരികയും ചെയ്യും. എല്ലാത്തിനും എതിർക്കുന്ന സ്വഭാവം മാറിക്കിട്ടും. ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കാൻ ഈ നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് സുദർശന മന്ത്രം പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കണം. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കാം. ഉറപ്പിച്ച വിവാഹം തടസ്സങ്ങൾ കൂടാതെ നടക്കും. പുതിയ വീട് പണി തുടങ്ങാൻ നല്ല സമയമാണ്. ധനനേട്ടങ്ങൾ ഉണ്ടാകും. മനസ്വസ്ഥത വർദ്ധിക്കും. സന്ധികളിൽ വേദന, വയറ്റിൽ നീർക്കെട്ടുണ്ടാകുക, ഗർഭപാത്ര സംബന്ധിച്ച അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ ആവശ്യമെങ്കിൽ നടത്താം. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും അതിജീവിക്കും. വിദ്യാഭ്യാസം സംബന്ധിച്ചിട്ട് പ്രത്യേകം ശ്രദ്ധ വേണ്ടൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക്. മനസ്സിലെ ആദികൾ വിട്ടൊഴിയും. ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ അതിജീവിക്കാൻ സാധിക്കും. ബുദ്ധിസാമർഥ്യം കൊണ്ടും വാക്സാമർഥ്യം കൊണ്ടും പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം. കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. തർക്കവിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ട് വരും. വിനോദയാത്രകൾ നടത്താൻ നല്ല സമയമാണ്. ഇവർ സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. ആഗ്രഹങ്ങൾ സഫലമാകാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. അഗ്നി കൂടുതൽ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. വ്രണങ്ങൾ, രക്തബന്ധിയായ അസുഖങ്ങൾ, കാല്, പല്ല്, കണ്ണ് എന്നീ അംഗങ്ങളിലെ അസുഖങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ പ്രമേഹം അസ്ഥിരമായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. സർക്കാരുമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയസാധ്യതകൾ കൂടുതലാണ്. ജപ്തി നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധ വേണം. അവിചാരിതമായ ചില ധനാഗമങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം. സന്താനങ്ങളെക്കൊണ്ട് സന്തോഷം ഉണ്ടാകുമെങ്കിലും അവരുടെ ദുസ്വഭാവവും മറ്റും ചില ദുഃഖങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യമായിട്ട് ധനം ചിലവാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പിന്മാറണം. എരിവുരസങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. കലഹവാസന, ഏഷണി പറയുക, നന്ദിയില്ലായ്മ തുടങ്ങിയവ പ്രകടിപ്പിക്കാതിരിക്കുക. അന്യദേശങ്ങളിൽ മാറി താമസിക്കേണ്ടതായിട്ട് വരും. ഉദ്യോഗസ്ഥർക്കും അനുകൂല സാഹചര്യങ്ങളാണ് കാണുന്നത്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി, സഹസ്രനാമജപം ഇവ ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കുടുംബത്തിലെ ചില മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ അവസരമുണ്ട്. വിവാഹ ആലോചനകൾ ഫലവത്താകും. ജോലിക്കാർക്ക് പ്രമോഷൻ സാധ്യതയുണ്ട്.
ധനാഭിവൃദ്ധി പ്രതീക്ഷിക്കാം. പൊതുവെ ആരോഗ്യം തൃപ്തികരമാണെങ്കിലും അർശോരോഗം, തലവേദന ഇവ ശ്രദ്ധിക്കണം. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കും. നാൽക്കാലികളെ വാങ്ങാനും കൊടുക്കാനും നല്ല സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. പുതിയ വീട് വെക്കാനും ഉള്ളവ പുതുക്കി പണിയാനും നല്ല സമയമാണ്. വിദ്യാഭ്യാസത്തിൽ പുരോഗതി കാണും. ബന്ധുജനങ്ങളുടെ കൂടിച്ചേരലുകൾ ഉണ്ടാകും. പൂർവിക ബന്ധുക്കൾക്ക് കുറച്ച് ഗുണങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കാണുന്നു. വളരെ കാലമായി അകന്നിരുന്ന ചില സുഹൃത്തുക്കളെയും ബന്ധുജനങ്ങളെയും കാണാനും അവസരം ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ലഭിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ കദളിപ്പഴ നിവേദ്യം, 100 പാലും ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പൂരാടം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. പുതിയ വീട് വെക്കുന്നതിനും വാങ്ങുന്നതിനും അനുകൂല കാലമാണ്. ഭാവിയിലേക്ക് കരുതി പല പദ്ധതികളും രൂപപ്പെടുത്തും. മറ്റുള്ളവരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം. കലഹഭയം എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കാൻ സാധ്യതകൾ കാണുന്നു. ശത്രുക്കളുടെ വേർപാട് വിഷമം ഉണ്ടാക്കും. ചെമ്പുകൊണ്ടുള്ള സാധനങ്ങളും സ്വർണവും വാങ്ങാൻ അവസരമുണ്ട്. സ്വജനങ്ങളോട് കലഹിക്കാതിരിക്കുക. സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ബന്ധുക്കളിൽ നിന്ന് ദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകും. വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം സംജാതമാകും. സ്ഥാനപ്രാപ്തിയിൽ ബഹുമാനവും ആദരവും ലഭിക്കും. ആജ്ഞാശക്തി കൈവരും. പൊതുവെ ആഗ്രഹങ്ങൾ സഫലമാകും. സഹോദരങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും. അവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. നേത്രരോഗം, കൊളസ്ട്രോൾ ഇവ ശ്രദ്ധിക്കണം. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങളുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് പാൽപ്പായസ നിവേദ്യം, ഭഗവതിക്ക് അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലി ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ജീവിത വിജയം സുനിശ്ചിതമായിട്ടും ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. പല വിധത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങളും കഷ്ടത വിട്ടുമാറാനുള്ള സാഹചര്യവും കാണുന്നു. ധനാഗമം ഉണ്ടാകും. യാത്രകൾ കൊണ്ട് ഫലം ലഭിക്കും. യാത്രകളിലെ ക്ലേശങ്ങൾ കുറയുകയും ചെയ്യും. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ മൂലം ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. ശത്രുഭയവും രോഗഭീതിയും ഒരുപോലെ ബുദ്ധിമുട്ടിച്ചവർക്ക് അതിൽ നിന്നൊക്കെ ഇനി ഒരു കരകയറ്റത്തിൻ്റെ നാളുകളാണ്. കാര്യതടസ്സങ്ങൾ മാറി കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾക്ക് കാര്യസാധ്യം, മനസ്സമാധാനം ഇവ ഉണ്ടാകും. അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിലെ മന്ദതയും അലസതയും മാറും. ഉൽപ്പന്നങ്ങളുടെയും ഭൂമിയുടെയും വാഹനങ്ങളുടെയും ക്രയവിക്രയം നടക്കും. എപ്പോഴും മനസ്സിൽ ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേസ് കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മധ്യസ്ഥതയ്ക്ക് പോകാതിരിക്കുക. സുഹൃത്ത് ബന്ധങ്ങൾക്ക് കോട്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപവാദം കേൾക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിദ്യാർത്ഥികൾ ഭഗവതിക്ക് വിദ്യാരാജ്ഞി മന്ത്രപുഷ്പാഞ്ജലിയും മറ്റുള്ളവർ വിഷ്ണുവിന് ഷഡാക്ഷര സുദർശന മന്ത്രപുഷ്പാഞ്ജലിയും നാരായണ കവച പാരായണവും നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. നിലവിൽ ഇവരുടെ ഗ്രഹസ്ഥിതി ലഗ്നത്തിൽ ശുക്രൻ, ശനി, 2-ൽ വ്യാഴം, 3-ൽ രാഹു, 4-ൽ കുജൻ, 9-ൽ കേതു, 11-ൽ ബുധൻ, 12-ൽ ആദിത്യൻ. ഇതാണ് ഈ കൂറുകാരുടെ ഗ്രഹനില. അതുകൊണ്ട് തന്നെ ഇവരുടെ വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും ഇരട്ടി ഫലം ലഭിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഉൾഭയം വിടാതെ തുടർന്നുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. വീട്ടിലെ അസ്വസ്ഥതകൾക്ക് കുറവുകൾ കാണുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയമാണ്. വിദേശത്ത് തൊഴിൽ തേടുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നല്ല സമയമാണ്. ധനത്തെ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറും. സഹായികളും സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. സുഖകരവും ഇഷ്ടപ്പെട്ടതുമായ ഭക്ഷണപാനീയങ്ങൾ ഈ കാലഘട്ടത്തിൽ ലഭ്യമാകും. ഭവനത്തിലേക്ക് പുതിയ കട്ടിൽ, കിടക്കവിരികൾ ഇവ വാങ്ങാനൊക്കെ അവസരങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാനും അവസരങ്ങൾ ലഭിക്കും. വിനോദയാത്രകൾ, തീർത്ഥാടനങ്ങൾ ഇവയ്ക്ക് പറ്റിയ സമയമാണ്. സ്വജനങ്ങളോട് വേർപെട്ട് നിൽക്കുന്നവർക്ക് അവരോടൊപ്പം ചേരാൻ അവസരമുണ്ട്.
എല്ലാ ഘട്ടത്തിലും അഭിമാനത്തോടെ നിൽക്കാൻ ശ്രമിക്കണം. ചില അവസരങ്ങളിൽ ശൂരത പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുന്നതിനും അവസരമുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.